രാജാവ് വരുന്ന പാതയിൽ യാതൊന്നും വരാൻ പാടില്ല, കുറുക്കിന് അതായത് എതിരെ വേറൊന്നും വരാൻ പാടില്ല, അനാവശ്യ കാര്യങ്ങളൊന്നും വരരുത്, വന്നു കഴിഞ്ഞാൽ തല വെട്ടും. പണ്ടത്തെയൊക്കെ ചില രാജാക്കന്മാരൊക്കെ ഇങ്ങനെയായിരുന്നു, ഇത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും. പക്ഷെ ഇപ്പൊ പുതിയ രാജാക്കന്മാരുടെ ഭരണകാലത്ത് കറുത്ത കൊടി കാണിക്കുന്ന പ്രശ്നം, കറുത്ത വസ്ത്രം എങ്ങാനും ഇട്ടുകൊണ്ട് വന്ന അവന്റെ കാര്യം പിന്നെ പോയി. ഇത്തരത്തിലുള്ള വിഷയം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യമാണ്. മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് മാത്രമല്ല, പിന്നെ ഈ എസ്കോർട്ട് പോകുന്ന വഴിയിലെങ്ങാണ് ഏതെങ്കിലും ഒരാൾ കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് അതും തീർന്നു. ഇപ്പൊ അത് മാത്രമല്ല, ഇനി ഏതെങ്കിലും സമ്മേളനം നടത്തിയ അവിടെ ഒറ്റ കടകൾ തുറക്കരുത്, തുറന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം പോക്കാം. പറഞ്ഞു വരുന്നത്, ഇപ്പൊ ആലപ്പുഴ ബീച്ചിലെ KPMSന്റെ സമ്മേളനത്തിൽ അവിടെ സമ്മേളനം നടക്കാനിരിക്കുന്ന ആ ഒരു ഏരിയയിൽ ഏകദേശം 84 കടകൾ അടച്ചിടണം എന്നുള്ള ഒരു നോട്ടീസൊക്കെ നൽകിയാണ് സമ്മേളനം നടത്തിയത്. ഇതിൽ എന്തുമാത്രം ശരിയുണ്ട്? ഒരു ശരിയില്ല. കമ്മ്യൂണിസ്റ്റ് വീക്ഷണ ദർശനത്തിൽ കൂടെ നോക്കുമ്പോൾ ഒരു ശരിയുമില്ലാത്തൊരു കാര്യം, ശരികേടുകളേ ഉള്ളൂ. ഇങ്ങനെയൊന്നുമല്ല കമ്മ്യൂണിസ്റ്റുകാരെ. സഖാവ് P. കൃഷ്ണപിള്ള എന്ത് കോപ്രായത്തിൻ്റെ അകമ്പടിയോടുകൂടിയ കേരളം ഉടനീളം സഞ്ചരിച്ചത്. പറമ്പിൽ, ഓരോ വീടുകളിലുമല്ല, പറമ്പുകളിൽ പോലും പോലീസാൽ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ പറമ്പുകളിൽ പോലും നടന്ന് അതിൻ്റെ ഫലമായിട്ട് പാമ്പ് കടിയേറ്റ് മരിക്കേണ്ടി വന്ന ആളാണ് അദ്ദേഹം. അതാണ് അവരുടെ ജീവത്യാഗം എന്ന് പറയുന്നത്. തോപ്പിൽ ഭാസി മധ്യ കേരളത്തിലെ ഓണാട്ടുകരയിലെയൊക്കെ പറമ്പുകളിലൂടെ എത്രയോ കാതം നടന്ന് പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഒരു ബീഡിക്കുറ്റിയുടെ മാത്രം വെളിച്ചത്തിൽ നടന്ന മനുഷ്യനാണ്. അതിനെതിരെ വന്ന വർഗശത്രുക്കളെ കത്തികൊണ്ട് നേരിടാൻ ധൈര്യം കാണിച്ച കുറിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി പോലീസുകാരെ പലതവണ കബളിപ്പിച്ചുകൊണ്ട് കടന്നുപോയിട്ടുള്ള. അതുപോലെ തന്നെ MN ഗോവിന്ദൻ നായർ ചീക്കനിറക്കണമെന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. ഈ തടവുകാരെ, പിടിയിലായ ആൾക്കാർ പറമ്പിൽ വെളിയിൽ കൊണ്ടുപോയിട്ട് അവർക്ക് വിസർജനത്തിന് വേണ്ടിയിട്ട് സൗകര്യം, അവിടെ ഇരുന്ന ഇരിപ്പിൽ കത്തിച്ചു വലിച്ചുകൊണ്ടിരുന്ന ബീഡി ഒരു ഇലയിലേക്ക് തിരികെ കയറ്റിയിട്ട് പോലീസുകാരെ കബളിപ്പിച്ച് അവിടെ നിന്ന് നാടകീയമായി രക്ഷപ്പെട്ട ആളാണ് കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്ന MN ഗോവിന്ദൻ നായർ. ഇതുപോലെ ധാരാളം ഉപകഥകളുണ്ട്. തോപ്പിൽ ഭാസി തന്നെ എഴുതിയ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ തോപ്പിൽ ഭാസി എഴുതിയ നിങ്ങളെ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നൊക്കെ പറയുന്ന ആ മഹാകൃതികളുടെ നാടകാവിഷ്കാരങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് പിണറായി വിജയനെ അധികാര കസേരയിൽ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ കഴിയുന്നത്. കടിച്ചു തൂങ്ങിയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അവരുടെ ഒരു സാംസ്കാരിക ഭൂമികയാണ് ആലപ്പുഴ, വലിയ ചുടുകാടെന്ന് പറയുന്നത്. വയലാർ പുന്നപ്ര അവിടെ CPയുടെ പോലീസിനോട് വാരിക്കുന്തമുണ്ട്. ഒരു ടെക്നോളജിയുമില്ലാതെ, തോക്കുമില്ലാതെ, ഗർജിക്കുന്ന തോക്കുകൾക്ക് മുമ്പിൽ വാരിക്കുന്തങ്ങളുമായിട്ട് എതിരിട്ട സഖാക്കളുടെ ചുടലഭൂമിയാണ് ആലപ്പുഴ തന്നെ. ഏറെക്കുറെ ആലപ്പുഴയുടെ പുന്നപ്രയും വയലാറും അവിടുത്തെ ആലപ്പുഴയിലെ വലിയ ചുടുകാടും അവരെ നമ്മളെ രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന ഓർമ്മ കുടീരങ്ങളാണ്, സ്മൃതി കുടീരങ്ങളാണ്, രണകുടീരങ്ങളാണ്. ആ മണ്ണിലേക്കാണ് ഇന്ന് പിണറായി വിജയൻ പോകുമ്പോൾ അദ്ദേഹത്തെ 40 വണ്ടി പോലീസുകാർ അകമ്പടി സേവിക്കുന്നത്. അതുപോലെ തന്നെ അതൊക്കെ സാരമില്ല, അത് നമ്മൾ കണ്ട് തഴമ്പിച്ചതാണ്. കറുപ്പനെ കണ്ടാൽ ഭയക്കുന്ന മുഖ്യമന്ത്രിയൊക്കെ ഒന്ന് പേര് കേട്ടതാണ്. ഒരു നാണവുമില്ലാതെ അവിടെ പാർട്ടി പോളിറ്റ് ബ്യൂറോയിലെ ബുദ്ധിജീവികളായ കമ്മ്യൂണിസ്റ്റുകാർ പോലും വാഴ്ത്തി പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനേക്കാൾ ജീർണമായിട്ടുള്ളൊരു സാംസ്കാരിക ഭൂമികയിലാണ് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതിൽ ഒട്ടും അത്യുക്തിയില്ല. അവിടേക്ക് ഇപ്പോൾ അദ്ദേഹം പോകുമ്പോൾ പുതിയൊരു ശാസനം കൂടി, കൽപ്പന കൂടി, കല്ലേ പിളർക്കുന്ന കൽപ്പന കൂടി വന്നിരിക്കുന്നു. ആലപ്പുഴ കടപ്പുറത്ത്, തോട്ടപ്പുറ, പുന്നപ്പുറയൊക്കെ ഉൾക്കൊള്ളുന്ന ആ സാംസ്കാരിക ഭൂമികയിൽ, ആ കടലോരത്ത് മത്സ്യത്തൊഴിലാളികളുടെ ആ പ്രദേശത്ത് ഒരൊറ്റ ഗ്യാസ് സ്റ്റൗ പോലും കത്തിച്ചു പോകരുതെന്ന് അന്ത്യ ഉഗ്രശാസനം. കല്ലേ പിളർക്കുന്ന കൽപ്പനകൾ പുറപ്പെടുവിക്കുന്ന മഹാരഥികളായ രാജാക്കന്മാർക്ക് പോലും പുറപ്പെടുവിക്കാൻ കഴിയാത്ത കൽപ്പന. അതെങ്ങോട്ടാണ് പോകുന്നത്? KPMSൻ്റെ സംസ്ഥാന സമ്മേളനം. KPMS എന്താണ്? കേരള പുലയർ മഹാസഭ. ആ പുലയർ, പറയർ, കുറവർ, സിദ്ധനർ, ഇപ്പോൾ ആ പേരുകൾ പറയാൻ പാടില്ലെങ്കിലും ചരിത്രത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയുകയാണ്. അവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമട് താങ്ങികളായിട്ട് വർത്തിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാക്കി അധികാര
സാഹചര്യത്തിലെത്തിച്ചത് അവരുടെ അരിവാളുകളും അവരുടെ ചുറ്റികകളും പണിയായുധങ്ങളുമാണ്. അവരാണ് മുദ്രാവാക്യം വിളിച്ച നാട് നീളമാണ്. അവരുടെ മണ്ണിൽ അവർക്ക് കിട്ടിയ, അവർ കാശ് കൊടുത്ത് വാങ്ങിച്ച ഗ്യാസ് സിലിണ്ടർ പോലും അത് കത്തിക്കാൻ പറ്റില്ല. അവർക്ക് ആഹാരം വയ്ക്കണമെങ്കിൽ പണ്ട് വിറകായിരുന്നു, ഇന്നിപ്പോൾ ഇത് മാത്രമേ ഉള്ള ആശ്രമം. വിറക് കിട്ടാനില്ല, കാടില്ല, മരങ്ങളില്ല. അവർക്കൊരു നേരത്തെ പട്ടിണി കിടക്കാതിരിക്കാൻ ഇപ്പോഴും ആഹാരം പാകം ചെയ്ത് അവർക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളാണ് അവിടുത്തെ കടകൾ നടത്തുന്നത്. അപ്പൊ അവരുടെ ഒരു ദിവസത്തെ കൂലി പാർട്ടി നൽകും? നൽകില്ലെന്ന് മാത്രമല്ല, അവരിൽ നിന്ന് ലെവി പിരിക്കും. അവരിൽ നിന്ന് ലെവി പിരിക്കുകയാണ് ചെയ്യുന്നത്. പിരിവ് മാത്രമേ ഉണ്ടാവൂ, ഒന്നും കൊടുക്കുന്നില്ല. കണ്ടല്ലോ, കഴിഞ്ഞ 50-ലേറെ ദിവസങ്ങളായിട്ട് ഇന്നവിടെ പൗര സാംസ്കാരിക കൂട്ടായ്മയാണ്, പൗരസാഗരം തീർക്കുകയാണ്. എന്നിട്ട് ഇത്രയും മഴയും നനയും ഇടിമിന്നലേറ്റും വെയിൽ കൊണ്ടും കിടന്നിട്ടും 5 പൈസ കൊടുത്തിട്ടില്ലല്ലോ ആശാ തൊഴിലാളികൾക്ക്. എന്ത് തൊഴിലാളി സ്നേഹം! പിന്നെ പിണറായിയുടെ രക്തം, അതിൽ പലരും ഈ പറയുന്ന KPM പുലയ മഹാസഭയിലും ഒക്കെ പെട്ട ആൾക്കാരാണ്, ദലിതരാണ്. അതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്ത. എന്നിട്ട് ഈ സമ്മേളനത്തിന് പോവാം, രാജാതിരാജൻ എഴുന്നള്ളുന്നേ എന്ന് പറഞ്ഞിട്ട്. സാർ, ഈ പിണറായിക്ക് ഒരു ചിന്തയുണ്ട്. അദ്ദേഹത്തിന്റെ രക്തം കുടിക്കാൻ മാധ്യമങ്ങൾ വരുന്നു, അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാർ വരുന്നു എന്നുള്ളത്. ഇതിപ്പോ അദ്ദേഹം ചെന്നിരിക്കുന്നത് സ്വന്തം ജനങ്ങളുടെ ഇടയിലേക്കാണ്. അപ്പൊ സ്വന്തം ജനങ്ങൾ രക്തം കുടിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രത്തോളം രക്തം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ അദ്ദേഹത്തിന്റെ നിലവാരം എന്താണെന്ന് അദ്ദേഹം എന്തുകൊണ്ട് ചിന്തിക്കും? അദ്ദേഹം എന്തിനാണ് ഭയപ്പെടുന്നത്? അദ്ദേഹത്തിന്റെ രക്തം കുടിക്കുന്നത് BJPയും കോൺഗ്രസുമാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളാണ് എന്നുള്ളത് അദ്ദേഹം പലവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ജനങ്ങളല്ല എന്ന് ബോധമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ, പിന്നെ അദ്ദേഹം ഭയക്കുന്നത് ആരെയാണ്? അതെ, വല്ലാത്തൊരു ഭയം. അതുകൊണ്ടാണല്ലോ സഞ്ചാര സ്വാതന്ത്ര്യം പോലും ജനങ്ങളുടെ ജനങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്തതാണ് ഈ സഞ്ചാര സ്വാതന്ത്ര്യം. ആ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പോലും നിഷേധിച്ചുകൊണ്ട് 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പോവുകയും വഴിയിൽ ഒരാൾക്കും വാഹനം ഓടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രിക്ക് പോലും ഇത്രയും വാഹനങ്ങളുടെ അകമ്പടി, പ്രോട്ടോകോൾ അനുസരിച്ച് പോലും ഇത്രയും വാഹനം. പറഞ്ഞത് കറക്റ്റാണ്. പലപ്പോഴും തിരുവനന്തപുരത്ത് പലപ്പോഴും ബ്ലോക്കുകൾ വരും. ഇപ്പം പറയുമ്പോൾ അറിയാം, അതേപോലെ ഇദ്ദേഹം രാജാവ് എഴുന്നള്ളുന്നു ഉള്ളത് ഇത്തരത്തിൽ, അത് ആംബുലൻസ് സഹിതം പലപ്പോഴും പിടിച്ചിടുന്നതും, അത്യാവശ്യ ഘട്ടങ്ങൾ എയർപോർട്ടിലൊക്കെ പോകുന്നത് നമുക്കറിയാമല്ലോ. അത്യാവശ്യ ഘട്ടങ്ങളിലും ഹോസ്പിറ്റൽ കേസുകളിലൊക്കെ പോകുന്നവരുണ്ട്. ഇതിനിടയിൽ എത്രയോ പേരുടെ ജീവിത മാർഗമാണ്. ഇദ്ദേഹം ജോലി ചെയ്യുന്നതിലപ്പുറം ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ ഉൾപ്പെടെ അവിടെ ആ ബ്ലോക്ക് സിഗ്നലിൽ പിടിച്ച് പോലീസുകാർ ഇടും. എത്ര സമയമാണ് പിടിച്ചിടുന്നത്? ഇദ്ദേഹം പോകുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുറച്ച് ആൾക്കാർ, മന്ത്രി പുങ്കവന്മാരും കൂടെ പോകുന്നത് കാണുമ്പോൾ പിടിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇവരൊക്കെ എന്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ? ഇവരുടെ സമയം ക്രമീകരിച്ച്, അത് ക്രോഡീകരിച്ച് നേരത്തും കാലത്തൊക്കെ സമ്മേളനങ്ങൾക്ക് പോകണം, നേരത്തും കാലത്ത് മീറ്റിങ്ങിന് പോകണം. അതിന് ജനങ്ങളുടെ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കിയാണോ പോകുന്നത്? പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല സാർ, നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തെ ഉള്ളൂ എന്ന് തോന്നുന്നു ഇത്തരത്തിൽ ഇങ്ങനെ ട്രാഫിക്കും ഇങ്ങനെയൊക്കെ ആക്കി, പാത തെളിയിച്ച്, രാജാക്കന്മാർക്ക് പാത തെളിയിച്ച് ഇങ്ങനെ വണ്ടികൾ കടത്തിവിടും. പക്ഷെ അന്യ സംസ്ഥാനങ്ങളിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണില്ല. എന്നാൽ നമുക്കറിയാം, ഡൽഹിയിലൊക്കെ എന്തോരം തിരക്ക്, ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ എന്തോരം തിരക്കുള്ള സിറ്റികളുണ്ട്. അവിടെ ഒന്നും ഇപ്പൊ പ്രധാനമന്ത്രി പോയാലോ അല്ലെങ്കിൽ ഇങ്ങനെ പോയാലോ ഒന്നും ഇത്തരത്തിൽ ഇങ്ങനെയൊന്നും കാണുന്ന എനിക്കറിയില്ല. പക്ഷെ ഇവിടെ കേരളത്തിലേ ഉള്ളൂ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സ്ഥിരം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇദ്ദേഹം പോകുമ്പോഴേ, ഇദ്ദേഹത്തിന്റെ കുറെ കിങ്കരന്മാർ പോകുമ്പോഴേ അവിടെ ഇവിടെ പിടിച്ചിടുക. അത് പോലീസുകാരുടെ ടെൻഷൻ, അവരെ പറയാനും പറ്റത്തില്ല, അവരുടെ ജോലി പോവും. അവർ ഇത്തരത്തിൽ ചെയ്തില്ലെങ്കിൽ അവരുടെ പോവരുത് കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും കൂടെയൊക്കെ അത്യാവശ്യം ഹോസ്പിറ്റലിലൊക്കെ പോകുന്നവർ, എനിക്കിങ്ങനെ സാഹചര്യങ്ങളുണ്ടായി. ലോകത്തൊരിടത്തും ഇങ്ങനെയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ മാത്രമേ ഇതുള്ളൂ, ചരിത്രത്തിലുണ്ട്. പക്ഷെ ഇത് ജനങ്ങൾ അങ്ങനെ നിന്നു കൊടുക്കരുത്. ഞാൻ പറയുന്നത്, അങ്ങനെ പിടിച്ച് അവർ ട്രാഫിക്കിന്റെ അത് കൃത്യമായിട്ട് അവരതിന് പ്രതിഷേധിച്ച് ജനങ്ങളുടെ വഴി പോകണം. എല്ലാ ജോലി മാന്യതയുള്ള ഇപ്പൊ ഈ കടകൾ 84 കടകൾ അടച്ചിട്ടു. കടകൾ അടയ്ക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കടകൾ തുറന്ന് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ പാർട്ടി കൊടുക്കണം, പലിശ സഹിതം ഒരു ദിവസം ശമ്പളം അവർക്ക് നേരത്തെ കൊടുത്തതിന് ശേഷം കടകൾ അടപ്പിച്ചോട്ടെ. ഒരു ദിവസം ഒരാൾക്ക് ചിലപ്പോൾ 5000 കിട്ടുന്നവർ കാണും, 4000 കിട്ടും. അവരുടെ വരുമാന കണക്കിന്റെ പലിശ സഹിതം പാർട്ടി കൊടുക്കട്ടെ, എന്നിട്ട് കടകൾ അടയ്ക്കട്ടെ. പാർട്ടി അല്ലല്ലോ, അതും ജനങ്ങളുടെ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു സാർ. ബ്രസീലിലെ പ്രസിഡന്റ്, അത് ഒരു പെൺകുട്ടി ഇങ്ങനെ, നമ്മുടെ ഇന്ത്യൻ വംശജയാന്ന് തോന്നുന്നു, ഇങ്ങനെ പോകുന്ന ഒരിത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് എവിടെ പോകുകയെന്ന് ഇദ്ദേഹം ചോദിക്കുന്നു. അന്ന് ഞാൻ ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി, ഈ ഒരു
ഇത് പാർട്ടിക്ക് വേണ്ടി വന്നതാണ്, താങ്കൾ എന്താ ഇവിടെ, അത് ഞാനും ഇതിനു വേണ്ടി വന്നതാണ്, താങ്കൾ എന്തിനാ എല്ലാവരും ഇങ്ങനെ തന്നെ ഫോട്ടോ എടുക്കുന്നത്, താങ്കൾ ആരാണ്, എനിക്ക് മനസ്സിലായല്ലോ. ഈ പെൺകുട്ടി ചോദിക്കോ, അന്ന് പറഞ്ഞാൽ ഓ അങ്ങനൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനൊന്നുമില്ല, ഞാനിങ്ങനെ വന്നതാണ്, ഞാൻ ഇവിടെ വന്നുകൊണ്ട് എടുത്ത്, ചെറിയ പ്രസിഡന്റ്, ഞാനൊരു ചെറിയ പ്രസിഡന്റ്, ഇവിടുത്തെ പ്രസിഡന്റാണ് എന്ന് പറയുന്നു. ഒപ്പോഴാ പെൺകുട്ടി അതിശയിക്കുന്നതും ചുറ്റുമുള്ളവർ ചിരിക്കുന്നതും ഒക്കെ. എന്തോ ഒരു സാധാരണമായ വ്യക്തിത്വമാണ് അവിടെയൊക്കെ. നമ്മളിത് ഇത്തരത്തിലുള്ള US പ്രസിഡന്റ് നേരത്തെ ഉണ്ട്, ട്രംപിൻ്റെ കാര്യമല്ല നേരത്തെ ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ നമ്മൾ പല രാജ്യങ്ങളിലും കാണുമ്പോൾ സൗദി അറേബ്യയിലെ രാജാവ് വരുമ്പോൾ അദ്ദേഹമൊക്കെ സാധാരണ പോലാണ് ജനങ്ങളുടെ അടുത്ത് ഇടപെടുകയും സഹകരിക്കുക, അവരുടെ ഇടയിലൂടെയാണ് പോകുന്നത്, അറിയത്തുകൂടിയില്ല ഇത് പ്രസിഡൻ്റാണെന്ന്. അപ്പം ഇത്തരത്തിൽ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മോദിക്ക് പോലും ഇല്ലാത്ത ചില ഗെറ്റപ്പും പ്രൗഢിയും ദേഹമൊക്കെ വന്നിറങ്ങുമ്പോഴൊക്കെ എന്ത് ഇത്രമാത്രം ഉള്ളതെന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടുന്ന ജനങ്ങളുടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു പാർട്ടിയാണ് ഇത്തരത്തിൽ കാണിക്കുന്നത്, ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്. നരേന്ദ്രമോദി ഇവിടെ വന്നല്ലോ, എറണാകുളത്ത് വന്നല്ലോ, നടന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് അവർക്ക് കൈ കൊടുത്തും അവരിൽ നിന്ന് പുഷ്പങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ഒക്കെ അദ്ദേഹം നടന്നത് നമ്മൾ കണ്ടു. അമേരിക്കയിൽ പോകുമ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴും കഴിഞ്ഞ തവണ തായ്ലൻഡിൽ പോയിരുന്നപ്പോഴും ഒക്കെ ആ രീതി തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ നരേന്ദ്രമോദിയേക്കാൾ വലിയൊരാളാണ് ഒരു കേരള റിപ്പബ്ലിക്കിൻ്റെ പരമാധികാരിയാണെന്നുള്ള മട്ടിലാണ് പോകുന്നത്. ഇപ്പോൾ രഞ്ജിനി പറഞ്ഞ കാര്യം തന്നെ, സ്വീഡനിലെ പ്രധാനമന്ത്രി സൈക്കിളിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നമ്മൾ കണ്ടതാണല്ലോ, അവിടെയുള്ള ട്യൂബ് എന്ന് പറയുന്ന റെയിൽവേ അതുവഴി ആ പ്ലാറ്റ്ഫോമിലിരിക്കുകയാണ്. സീതാരാമൻ പലപ്പോഴും ഉമ്മൻചാണ്ടി പലപ്പോഴും ട്രെയിനിലാണ് പോയിട്ടുള്ളത്. VK വാസു എന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അധികാരത്തിൽ നിന്ന് വിട്ടുപിടിഞ്ഞു പോയപ്പോൾ ഒരു പെട്ടിയും എടുത്തുകൊണ്ട് ബസ്സിലേക്ക് ചാടി കയറുന്നത് ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയാണ് തിരുവനന്തപുരത്ത് KSRTC ബസ് സ്റ്റേഷൻ. അപ്പോൾ ചരിത്രത്തിൽ പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതായത് റോമൻ ചക്രവർത്തിയായിട്ടുള്ള ജനങ്ങൾ നീറി മരിച്ചുകൊണ്ടിരുന്നപ്പോൾ പട്ടിണി കിടന്നിട്ട് അന്ന് അദ്ദേഹം അവിടെ വീണ വായിച്ചു കൊണ്ടിരുന്ന ആളാണ് ഈ നീറോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നീറോയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ. ആണല്ലോ ആശാവർക്കർമാർ അവിടെ നീറി മരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഉപവാസവും ചെയ്ത്, അപ്പോഴാണല്ലോ ഈ ഘോഷയാത്രകളൊക്കെ പോകുന്നത്. പ്രജാപതിയുടെ ഘോഷയാത്രകൾ പോലുള്ള ഈ ഘോഷയാത്രകൾ പോകുന്നു. പക്ഷെ ഒന്നേ പറയാനുള്ളൂ, എവിടെയോ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, ആ കുട്ടി വിളിച്ചു പറയുന്നുണ്ട്, രാജാവ് നഗ്നനാണ്.